തമിഴ്നാട്ടിലേക്ക് പോകാം. മനീഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. മനീഷ്, പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇത്തവണ കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാകും, സീറ്റുകൾ വർദ്ധിക്കും എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ BJPക്ക് തമിഴ്നാട്ടിൽ വെച്ച് പുലർത്താൻ കഴിയുമോ? എന്തായിരുന്നു തമിഴ്നാട്ടിലെ സാഹചര്യം മനീഷ്? ഗോപീഷൻ, കഴിഞ്ഞ 2019-ലെയും 2021-ലെയും അത് കഴിഞ്ഞു വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ കണക്കുകൾ പരിശോധിച്ചാൽ DMKക്ക് DMK സഖ്യത്തിന് ഏറ്റവും അനുകൂലമായി തന്നെയാണ് തമിഴ്നാട് നിൽക്കുന്നതിൽ തർക്കമൊന്നുമില്ല. BJPയിലേക്ക് വന്നാൽ BJP കഴിഞ്ഞ 2 തവണയും 21-ലും 19-ലും ഒക്കെ NDA സഖ്യത്തിൽ DMKയുടെ സഖ്യത്തിലാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അവർ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ DMK സഖ്യം വിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തിൽ, അതായത് DMK എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വലിയ പാർട്ടിയാണ്. ആ പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോഴും BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. 2019-ൽ സാധിച്ചിട്ടില്ല, 21-ലും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രതീക്ഷയാണ് എന്തായാലും BJP നിലവിൽ വെക്കുന്നത്. അത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. കാരണം DMKക്കൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വലിയ വോട്ട് വിഹിതം അല്ലെങ്കിൽ വിജയം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് എന്തായാലും എത്രത്തോളം അതിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് പറയുക വയ്യ. പക്ഷേ K. അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഉണ്ടാക്കിയ കുറച്ച് മാറ്റങ്ങളുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ച്. BJPയിൽ ഉണ്ടായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ഒരുപക്ഷെ വോട്ടായി മാറാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ആ രീതിയിലാണ് BJP ചിന്തിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ BJP നിൽക്കുമ്പോൾ BJPക്ക് മറ്റൊരു വലിയ ഗുണം കിട്ടിയത് പാട്ടാളി മക്കൾ കക്ഷിയെ കൂടി സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്യാവശ്യം വോട്ട് വിഹിതമുള്ള പാർട്ടിയാണ് പാട്ടാളി മക്കൾ കക്ഷി. അവരെ തമിഴ്നാട്ടിന്റെ ഈ പറഞ്ഞ NDA സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോഴും DMK ഇപ്പുറത്ത് സുശക്തമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണ പുതുച്ചേരി ഉൾപ്പെടെ 39 സീറ്റുകളാണ് DMK സഖ്യം, മഴവിൽ സഖ്യം നേടിയത്. ആ സീറ്റുകൾ ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലും ഇത്തവണ DMK സഖ്യം വിജയിക്കുമെന്ന് ഉറച്ചു പറയുകയാണ് എല്ലാ നേതാക്കളും. മുഖ്യമന്ത്രി എന്തായാലും അവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് BJP നടത്തിയതാണ്, NDA നടത്തിയതാണ്. അവിടെ ഇക്കുറി പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ നോർത്തിൽ സീറ്റുകൾ നഷ്ടമാവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ, കേരളത്തിലടക്കം സൗത്തിൽ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.